എല്ലാം ഈ കോഴ വാങ്ങുന്നത് കേസ് ഒത്തീർപ്പാക്കി കൊടുക്കാമെന്നും പറഞ്ഞ് ആദ്യം പോലീസുകാരന്മാർ പ്രതികളിൽ നിന്നും കോഴ വാങ്ങും, വാദികളിൽ നിന്നും കോഴ വാങ്ങും. അവസാനം എന്താണ് സംഭവിക്കാൻ പോണത്? ഈ കോഴ കൂടുതൽ കൊടുക്കുന്നവരുടെ പക്ഷത്ത് നിൽക്കും. അല്ലാതെ നീതിയും അനീതിയും അവർ നോക്കുന്നില്ല. നീതി എവിടെയാണെന്ന് നോക്കുന്നില്ല. അവർക്ക് ശമ്പളം കിട്ടാത്തതിന് പുറമെ അവർക്ക് കോഴ വാങ്ങിച്ച് ബംഗ്ലാവും എസ്റ്റേറ്റും വാങ്ങണം, ബംഗ്ലാവ് പണിയണം, അവർക്ക് ബിസിനസ് തുടങ്ങണം. റിട്ടയർഡ് ആകുമ്പോൾ ഇതിന് വേണ്ടി ഒത്തിരി പ്രൊമോഷനും കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഇത് ചെയ്യണത്. അപ്പോൾ ഇതിന് നമുക്ക് കർശനമായ നടപടി നമുക്ക് സർക്കാർ അല്ലെങ്കിൽ കോടതി നേരിട്ടേ പറ്റുള്ളൂ. ഈ യജമാനന്മാർ വാങ്ങണ ഈ കോഴ പണം, ഈ ലോക്കപ്പ് മരണം ഇതെല്ലാം അവസാനിപ്പിക്കണം. പോലീസ് സ്റ്റേഷനുകളിൽ ഈ കൈക്കൂലി വാങ്ങുന്ന പോലീസുകാരുണ്ടല്ലോ, ഇവർ പ്ലാനിങ് പദ്ധതിയിലാണ് പ്രതികളെന്നും കോഴ വാങ്ങണം, കേസ് ഒത്തീർപ്പാക്കാൻ. ഈ കോഴ വാങ്ങാനായിട്ട് കോൺസ്റ്റബിൾമാരെ റെക്കമെൻഡ് ചെയ്യും. ഇതിൽ റെക്കമെൻഡ് ചെയ്യുമ്പം കൂടെ ചേർന്ന് നിൽക്കുന്ന കോൺസ്റ്റബിൾമാരെ മാത്രം അവർക്ക് മാത്രം പ്രൊമോഷനും കൊടുത്ത് അവരെ മാത്രം വശത്താക്കും. മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തും. ആ ഒറ്റപ്പെടുത്തുന്നവർക്ക് ട്രാൻസ്ഫർ ആവും. ചിലപ്പോൾ അവർക്ക് ജോലി സർവീസിൽ നിന്ന് എടുത്തു കളയും. അങ്ങനെയാണ് ചില പോലീസ് സ്റ്റേഷനിലെ SI, SHOമാർ, CPOമാർ ചെയ്യുന്നത്, CIമാരൊക്കെ. അതുകൊണ്ട് നമുക്ക് ഇതിനൊരു നീതി ഉണ്ടായേ തീരും. സ്റ്റേഷനിൽ അസർ എന്ന് പറയുന്ന അദ്ദേഹം പ്രോസിക്യൂട്ടർ, അവിടുത്തെ ക്ലർക്കായിരുന്നു, പിന്നെ വില്ലേജ് അസിസ്റ്റൻ്റായിരുന്നു. അദ്ദേഹം 3.5 വർഷം ജോലിയില്ലാതെ അയാൾ സസ്പെൻഷനിലായിരുന്നു. ഈ പോലീസുകാർ മർദ്ദിച്ച് ഇടിച്ച് അവശരാക്കി 2 പെൺമക്കളുടെ പിതാവാണ് അദ്ദേഹം. ഇപ്പോഴാണ് കേസ് തീർന്ന് അയാൾക്ക് നീതി ലഭിച്ചിട്ടുള്ളത്. സ്വന്തം തള്ളയെ വെച്ച് വരെ മാനക്കേട് പറഞ്ഞ പോലീസുകാരാണ് ആ PG പോലീസ് സ്റ്റേഷനിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ദുരവസ്ഥ, അദ്ദേഹത്തിൻ്റെ കണ്ണുനീരും കാണണം. ഈ ദുരവസ്ഥ മാറണമെങ്കിൽ നമ്മൾ കോടതിയും സർക്കാരും ഒത്തൊരുമയായിട്ട് ഇറങ്ങിയേ മതിയാവും. നീതി വേണം. ജനങ്ങളുടെ ജനമൈത്രി എന്ന് പേര് മാത്രം പോരാ, പോലീസ് സ്റ്റേഷനുകൾക്ക് സംരക്ഷണം വേണം. പിടിച്ച് വാങ്ങിച്ച് ഹെൽമെറ്റ് ഇട്ട് തലയ്ക്ക് അടിയേറ്റ മർദ്ദിച്ച് അവശനാക്കി 2 വീലർ പോയി ബസ് ഓവർടേക്ക് ചെയ്ത രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിയമവിരുദ്ധ നടപടി പോലീസുകാർ അവരെ പറഞ്ഞ് ഒത്തീർപ്പാക്കി ഒതുക്കി തീർക്കണം. ഹെൽമെറ്റ് വാങ്ങിച്ച് അവനെ ഇടിയും കൊടുത്ത് ജീപ്പിൽ പിടിച്ച് കയറ്റി കൊണ്ടുവന്ന് ലോക്കപ്പ് മർദ്ദനം ചെയ്ത്. അപ്പം ഇത് നമ്മുടെ ഈ ദുരവസ്ഥ ഈ കേരളത്തിൽ നിന്ന് അവസാനിപ്പിക്കണം. ഇതിന് ഇങ്ങനെ ചെയ്ത SHO, SIമായാലും CPO ആയാലും DYSP ആയാലും അവരെ സർവീസിൽ നിന്നും പിരിച്ചു വിട്ടേ മതിയാവൂ. ഈ കേസിനാസ്പദമായ ദിവസം മുതലുള്ള സാലറിയെ തിരിച്ചു പിടിക്കണം. നഷ്ടപരിഹാരം പ്രതികൾക്ക് കൊടുക്കണം. അവരെ കാലിനടിയിൽ കുനിച്ച് നിർത്തി ഇടിയും മുളക് പൊടി വിതരണവും അവരെ വിസർജ്യ സ്ഥലങ്ങളും അവരുടെ ജനനേന്ദ്രിയവും ഇടിച്ച് തകർക്കൽ, ലാത്തി കൊണ്ട് അടിച്ച് തകർക്കൽ, അവർക്ക് യൂറിൻ പാസ് ചെയ്യാൻ നിവർത്തില്ല, അവർ ഹോസ്പിറ്റലിലാവൊക്കെ. ഇങ്ങനെയാണ് ലോക്കപ്പ് മരണം വരെ നടക്കുന്നത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി അവർക്ക് സുഖമില്ല, ഹാർട്ട് പേഷ്യൻ്റാണെന്ന് പറഞ്ഞ് FIR എഴുതി കൊണ്ടുവരണത്. ഇതിനൊരു നീതി ഉണ്ടായേ പറ്റൂ. ഈ അനീതിയെല്ലാം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നിന്ന് മാറ്റപ്പെടണം, ഉന്മൂലനം ചെയ്യണം. ഊട്ടിക്കൊല ചെയ്ത ഉദയകുമാറിന് നീതി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പം സുജിത്ത്, പിന്നെ അസർ, പിന്നെ ഔസേപ്പ്, അങ്ങനെ നിരവധി ബാബു, നിരവധി മനുഷ്യന്മാരെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലികളും വാങ്ങിച്ച് ഈ നിരപരാധികളെ ലോക്കപ്പ് മർദ്ദനം ചെയ്ത് അവരുടെ ശരീരഭാഗങ്ങളെല്ലാം ഇടിച്ച് അടിച്ച് കൈകൾ അടിച്ച് പൊട്ടിച്ച് എല്ലാം ഇത്രയും ക്രൂരകൃത്യം, ഈ മൃഗീയമായുള്ള ക്രൂരകൃത്യം ജനങ്ങളെ സംരക്ഷിക്കാൻ, ജീവനും സ്വത്തിനും സംരക്ഷിക്കേണ്ടത് നമ്മളെ കേരള സർക്കാരിൻ്റെയും കോടതിയുടെയും കടമയാണ്. അതുകൊണ്ട് അതിന് നീതി ഉണ്ടായേ മതിയാവും.